ഓക്കെ, സോ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത പോക്കോ X6 പ്രോയും അതുപോലെ തന്നെ റെഡ്മി നോട്ട് 13 പ്രോയും തമ്മിലുള്ള ഡിഫറൻസ്, എത്രമാത്രം ഡിഫറൻസ് കാര്യങ്ങളും ഈ രണ്ട് മോഡൽസിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ രണ്ട് മോഡലിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺസും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസൈനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ചോയ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നില്ല. എങ്കിലും നമ്മൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കോ X6 പ്രോയിൽ നോക്കുന്ന സമയത്ത് ഒരു ഗ്ലാസി പ്ലാസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളാണ് വരുന്നത്. ബാക്ക് സൈഡിൽ നമ്മുടെ ആ ഒരു ഫിനിഷിംഗ് ഓൾമോസ്റ്റ് കർവ് ആയിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ നമുക്ക് പോക്കോ X4 എന്ന് പറയുന്ന ആ ഒരു മോഡലിൽ കാണാൻ പറ്റും. പക്ഷേ സിമിലർ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാമറ മോഡ്യൂൾ അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ പാറ്റേൺ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെയാണെന്നല്ല ഞാനിവിടെ പറയുന്നത്. ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പോക്കോ X4 എന്ന് പറയുന്ന മോഡലായിരിക്കും ഓർമ്മ വരുന്നത്. അപ്പം അതേ സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻ പാറ്റേൺസും കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. 3 കളർ ഓപ്ഷൻസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. IP54ന്റെ റേറ്റിംഗും അതുപോലെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസും കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ വരുന്നത്. റെഡ്മി നോട്ട് 13 പ്രോ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഗ്ലാസ് ഡിസൈനും കാര്യങ്ങളാണ് ബാക്ക് സൈഡിൽ വരുന്നത്. അത് മാത്രമല്ല നമുക്കിതിനകത്ത് വേറെ മറ്റ് കളർ ഓപ്ഷൻസും കാര്യങ്ങളും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളാണ് വരുന്നത്. പക്ഷേ ഈ ഒരു റെഡ്മി നോട്ട് 13 പ്രോയിൽ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. ഇതിൽ നമുക്ക് ആ ഒരു ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ പോക്കോയിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ കാര്യങ്ങളും വരുന്നില്ല. പിന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ IP54ന്റെ റേറ്റിംഗ് കാര്യങ്ങളാണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ 2-3 കളർ ഓപ്ഷൻസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ്. അപ്പം കുറച്ചും കൂടെ പ്രീമിയം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് പ്രീമിയം ഡിസൈൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമ്മുടെ ഈ ഒരു റെഡ്മി നോട്ട് 13 പ്രോയിലാണ്. അപ്പോൾ ഡിസൈനിൽ നമ്മുടെ റെഡ്മിയാണ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നിൽക്കുന്നത്. എന്ന് വെച്ച് പോക്കോൻ്റെ ഡിസൈൻ കൊള്ളില്ല എന്നുള്ളതല്ല അവൻ പറയുന്നത്. അത് നല്ലൊരു ഡിസൈൻ തന്നെയാണ്. അതിൽ പ്ലാസ്റ്റിക് ബില്ലാണ്. അതുപോലെ തന്നെ പ്രൈസ് റേഞ്ച് നോക്കുന്ന സമയത്ത് ആ ഒരു ഡിസൈൻ പാറ്റേണുകളായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ രണ്ട് മോഡലിൻ്റെ ഡിസൈൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. ഈ രണ്ട് മോഡലിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ രണ്ട് മോഡലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസ്പ്ലേ സൈസും അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പോക്കോ X6 പ്രോ നോക്കുന്ന സമയത്ത് 6.67 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല 120 Hz റിഫ്രഷ് റേറ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. 1800 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു മോഡൽ വരുന്നിരിക്കുന്നത്. അൾട്രാ സിം ബെസൽസും കാര്യങ്ങളും ഈ ഒരു മോഡലിലെ ബെസൽസിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അധികം ആ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ബെസൽസും കാര്യങ്ങളും നമുക്ക് ബോട്ടമിലോ അല്ലെങ്കിൽ ടോപ്പിലോ കാണാൻ കഴിയുന്നതല്ല. ഈ ഒരു റെഡ്മി നോട്ട് 13 പ്രോയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിമിലർ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങളാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. സ്ക്രീൻ സൈസ് 6.67 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു പാനലിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഡോൾബി വിഷൻ കാര്യങ്ങൾ സപ്പോർട്ട് വന്നിട്ടുണ്ട്. പോക്കോയിൽ ആ ഒരു ഓപ്ഷൻ വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ബെറ്റർ ഡിസ്പ്ലേ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ കൺസപ്ഷനൊക്കെ വേണ്ടി നോക്കുന്ന സമയത്ത് ഈ ഒരു ഡിസ്പ്ലേ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. അതായത് വീഡിയോസും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ്ഫ്ലിക്സിലായിക്കോട്ടെ ആമസോണിലായിക്കോട്ടെ വീഡിയോസും കാര്യങ്ങളും കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മൂവീസ് കാണുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. എന്ന് വെച്ച് മറ്റേ ഡിസ്പ്ലേ കൊള്ളില്ല എന്നല്ല, ആ ഒരു ഡിസ്പ്ലേ AMOLED ഡിസ്പ്ലേ ആണ്. അതിൽ ഈ ഒരു ഫീച്ചറും കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് അപ്ഡേറ്റും കാര്യങ്ങളും വരുന്ന സമയത്ത് കൊണ്ടുവരാമെന്നുള്ളൂ. ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് മോഡലിലും ഡിഫറൻറ്റ് ക്യാമറയാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് മെഗാപിക്സൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ്മി നോട്ട് 13 പ്രോ എന്ന് പറയുന്ന മോഡൽ നോക്കാം. അതിൽ നമുക്ക് 200 മെഗാപിക്സലിൻ്റെ ക്യാമറ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വിത്ത് നമുക്ക് 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് OISഉം അതുപോലെ EISഉം കാര്യങ്ങളും ഈ ഒരു രണ്ട് മോഡലിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് രണ്ട് മോഡൽസിലും കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി പോക്കോ X6 പ്രോൻ്റെ ആ ഒരു ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 64 മെഗാപിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. രണ്ട് മോഡൽസിലും ഞാൻ പറഞ്ഞ പോലെ OISഉം EISഉം കാര്യങ്ങളും സപ്പോർട്ട് ആവുന്നുണ്ട്. ഈ ഒരു രണ്ട് മോഡലും നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ സിസ്റ്റവും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാനാണെങ്കിൽ കൂടി നല്ലൊരു ക്യാമറ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, അപ്പം ക്യാമറേനെ മാത്രമായിട്ട് അവർ കമ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ രണ്ട് മോഡലിലെ പെർഫോമൻസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് മോഡലിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പോക്കോയിൽ നമുക്ക് മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റും അതുപോലെ തന്നെ റെഡ്മിയിൽ നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പോക്കോയിൽ നോക്കുന്ന സമയത്ത് മീഡിയാടെക് ഡിമെൻസിറ്റി ആ ഒരു 8300 അൾട്രാ എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. LPDDR5Xൻ്റെ റാമും അതുപോലെ തന്നെ UFS 4.0ൻ്റെ സ്റ്റോറേജും കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ വരുന്നത്. ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത്, അതായത് ഈ മീഡിയാടെക്കിൻ്റെ ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 Gen 1ൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ലെവൽ പെർഫോമൻസും കാര്യങ്ങൾ തരുന്ന ഒരു ചിപ്സെറ്റും കാര്യങ്ങളാണ്. അത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അറിയാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന സമയത്ത്
നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് യാതൊരു ലാഗോ കാര്യങ്ങളോ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നതല്ല. ഗെയിമിങ്ങിനൊക്കെ ഒരു ബെറ്റർ ആയുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു പോക്കോ X6 Pro എന്ന് പറയുന്ന മോഡൽ. റെഡ്മിയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ചിപ്സെറ്റ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 7S Gen 2 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. ഇത് അത്ര പെർഫോമൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പീക്ക് ലെവൽ തരുന്ന ഒരു ചിപ്സെറ്റും കാര്യങ്ങളും അല്ല, എങ്കിലും നമുക്ക് പെർഫോമൻസ് തരും. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു മീഡിയാടെക്കിൻ്റെ അത്രയും പെർഫോമൻസും കാര്യങ്ങളും ഈ ഒരു മോഡൽ കിട്ടുന്നില്ല. കുറച്ചും കൂടെ പവർഫുൾ ആയുള്ള ചിപ്സെറ്റ് എന്ന് പറയുന്നത് ആ ഒരു മീഡിയാടെക്കിൻ്റെ മോഡലാണ്. മീഡിയാടെക്കിൽ നമുക്ക് 3.3 GHz അപ് ടു ക്ലോക്ക് സ്പീഡും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്നാപ്ഡ്രാഗണിൻ്റെ ഈ ഒരു മോഡൽ വരുന്ന സമയത്ത് 2.2 GHz മാത്രമാണ് അതിൻ്റെ ആ ഒരു മാക്സിമം ക്ലോക്ക് സ്പീഡും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമുക്കറിയാലോ എത്രമാത്രം ഡിഫറൻസ് കാര്യങ്ങളും ഈ രണ്ട് മോഡൽസിലും വരുന്നുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഗെയിമിങ്ങിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു മിനിമലായുള്ള ഒരു പെർഫോമൻസ് കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഗെയിമിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് കാര്യങ്ങളും കിട്ടില്ല, ഒരു മിനിമലായുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നതായിരിക്കും. പെർഫോമൻസ് വൈസ് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് പോക്കോയാണ്. ഇനി രണ്ട് മോഡൽസിന് ബാറ്ററിയും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് സിമിലർ ആയിട്ടുള്ള ബാറ്ററിയും അതുപോലെ തന്നെ 67 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളാണ് വരുന്നത്. 5000 mAh ബാറ്ററിയാണ് പോക്കോയിൽ വരുന്നതെങ്കിൽ 5100 mAh ബാറ്ററിയാണ് നമ്മുടെ റെഡ്മിയിൽ വരുന്നത്. പോക്കോ X6 Proയിലാണ് നമുക്ക് ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും കിട്ടുന്നത്. അതായത് അവരുടെ ഹൈപ്പർ വോയിസും കാര്യങ്ങളും വരുന്നുണ്ട്. അതുമാത്രമല്ല അവിടെ ബോക്സ് ആൻഡ്രോയിഡ് 14 കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. റെഡ്മിയിൽ നമുക്ക് അങ്ങനെയല്ല, അവിടെ ബോക്സ് MIUI 14 അതുപോലെ ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും അതുപോലെ ബെറ്റർ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളും കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അതാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയതായിരിക്കും പോക്കോ X6 Pro. അവിടെയും സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ പോക്കോ ആണ് കുറച്ചുകൂടി ഫ്രണ്ടിൽ നിൽക്കുന്നത്. കാരണം വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർസും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് റെഡ്മിയിൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു 13 അതുപോലെ MIUI 14 കാര്യങ്ങളാണ് കിട്ടുന്നത്. ബട്ട് അവരുടെ ആ ഒരു സോഫ്റ്റ്വെയർസും കാര്യങ്ങളും അപ്ഡേറ്റും ഉടനെ തന്നെ വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് പോക്കോ ആണ് ഇതിനകത്ത് വിൻ ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വിൻ ചെയ്യുക മീൻസ് നമുക്ക് കുറേ അധികം പോയിന്റ്സും കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. ബട്ട് നമ്മുടെ റെഡ്മി നോക്കുന്ന സമയത്ത് അത് അത്ര മോശമൊന്നും അല്ല. നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മൾ മീഡിയ കൺസപ്ഷൻ കാര്യങ്ങളെന്ന് നോക്കുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ ആ ഒരു റെഡ്മിയാണ് കുറച്ചുകൂടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. സോഫ്റ്റ്വെയർ വരുന്ന സമയത്ത് കുറച്ചുകൂടെ താഴെ വരുന്നുണ്ട്. പെർഫോമൻസ് വരുന്ന സമയത്ത് ഒരു മിനിമൽ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് തരുന്നത്. ബാറ്ററി ആയിക്കോട്ടെ രണ്ട് മോഡലും സിമിലർ ആയിട്ടുള്ള ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും തരുന്നുണ്ട്. ഡിസൈൻ ആണെങ്കിലും ഞാൻ പറഞ്ഞു അത് പേഴ്സണൽ ചോയ്സ് ആണ്. എങ്കിലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട്. നിങ്ങൾക്ക് പ്രീമിയം ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ് ഫിനിഷിങ് കാര്യങ്ങൾ വേണമെങ്കിൽ റെഡ്മി ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് നോർമൽ ഡിസൈൻ മതി അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോക്കോ X6 Pro എന്ന് പറയുന്ന മോഡൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ പ്രിഫറൻസ് പോലെ ഇരിക്കും. നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ ഈ രണ്ട് മോഡലിൻ്റെ പ്രൈസ് പറഞ്ഞിട്ട് നിർത്താം. അപ്പം ഈ ഒരു പോക്കോ X6 Pro നോക്കുന്ന സമയത്ത് 26,990 രൂപയ്ക്ക് നിങ്ങൾക്ക് 8GB 256GB സ്റ്റോറേജ് വേരിയൻറ്റ് കിട്ടുന്നതായിരിക്കും. അതേ സമയത്ത് നമുക്ക് 25,990 രൂപയ്ക്ക് ഈ ഒരു റെഡ്മി നോട്ട് 13 Pro 8GB 128GB അതുപോലെ 27,990 രൂപയ്ക്ക് നിങ്ങൾക്ക് 8GB 256GB സ്റ്റോറേജ് വേരിയൻറ്റ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു പോക്കോ X6 Pro എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഹൈ റാം വേരിയൻറ്റ് കിട്ടാനായിട്ട് 12GB 512GB സ്റ്റോറേജ് വേരിയൻറ്റിന് 28,990 രൂപയാണ് വരുന്നത്. അതേസമയം റെഡ്മി നോട്ട് 13 Pro എന്ന് പറയുന്ന സമയത്ത് 29,990 രൂപയ്ക്ക് 12GB അതുപോലെ 256GB സ്റ്റോറേജ് വേരിയൻറ്റാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡലാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നിയെന്നുള്ളത് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.